എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ പഠിക്കേണ്ട ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ. നമ്മൾ ഫസ്റ്റ് പഠിക്കണമെന്ന് തോന്നുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇരിക്കുന്ന സറൗണ്ടിങ്സും അതുപോലെ തന്നെ ടേബിളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ടേബിളിൻ്റെ കോലം കണ്ട് നിങ്ങളാരും വെറിയാവണ്ട. അത് ഇവിടുത്തെ പിള്ളേർ വൈറ്റ്നർ വെച്ച് കുത്തി വരയ്ക്കുന്നതാണ് കേട്ടോ. വൈറ്റ്നർ വെച്ച് പേരൊക്കെ എഴുതുന്ന. പിന്നെ എൻ്റെ കുറച്ച് ഡയറീസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡയറി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? ഒരു വിൻറ്റേജ് പിടിക്കാൻ നോക്കിയതാണ്, പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ടേബിളെല്ലാം വൃത്തിയാക്കി. പിന്നെ ഞാൻ എന്നെ ക്യാൻഡിലൊന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു. ക്യാൻഡിലൊക്കെ കത്തിക്കുമ്പോൾ അടിപൊളിയാണ് ഗൈസ്, സെറ്റാണ്. ഒരു റിലാക്സേഷനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ട ബുക്കും പെന്നും പെൻസിലും ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിരുന്ന ബെലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മറക്കാതെ തന്നെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ബയോകെമിസ്ട്രി ആണ് കേട്ടോ. ഞാനിവിടെ എന്തായാലും 2 സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യാമെന്നാണ് എൻ്റെ മൈൻഡിലുള്ളത്. കുറച്ചെങ്കിൽ കുറച്ച് അത് 2 സബ്ജക്റ്റ് എടുത്ത് വെക്കാം എന്ന് വെച്ചാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബയോകെമിസ്ട്രി ആണ് കേട്ടോ പഠിക്കാതിരുന്നത്. ബയോകെമിസ്ട്രി ഞാൻ ടെക്സ്റ്റിൽ നോക്കിയിട്ടാണ് പഠിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ റെഫർ ചെയ്തിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. എല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ നിൽക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് എടുത്തിട്ട്, ഇപ്പോൾ വിറ്റാമിൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മാത്രം എടുത്തിട്ടാണ് പഠിക്കുന്നത്. അല്ലാണ്ട് മൊത്തവും കൂടെ എടുത്ത് പഠിക്കുന്നില്ല. കാര്യം ഒന്നാമതേ എനിക്ക് ഓർമ്മശക്തി ഇല്ല വലുതായിട്ട്. ഇപ്പുറത്തെ പഠിച്ചിട്ട് ഇപ്പുറത്ത് വരുമ്പോൾ അപ്പുറത്ത് പഠിച്ചതെല്ലാം മറന്നു പോകും. പിന്നെ ഒന്നേന്ന് തുടങ്ങണം. അതുകൊണ്ട് ഒരു ടോപ്പിക്ക് എടുത്തിട്ട്, അതൊരു കുഞ്ഞു ടോപ്പിക്കാണെങ്കിലും ആ ഒരു കുഞ്ഞു ടോപ്പിക്ക് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്രം ക്വസ്റ്റ്യൻസും ഒക്കെ മാത്രമേ നോക്കാറുള്ളൂ. എല്ലാം കൂടി വലിച്ചു വാരി പഠിക്കാറില്ല. അങ്ങനെ എന്തായാലും ഞാൻ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്രെബ് സൈക്കിൾ, TCA സൈക്കിൾ, അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ 2, 3, 4 വട്ടം ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുമെന്നാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞേക്കുന്നത്. അമ്മ എന്നോട് പറയുന്ന മെയിനായിട്ടുള്ള കാര്യം, മാളു നമ്മൾ വായിക്കുക, ഒരുപാട് വട്ടം വായിക്കുമ്പോൾ നമ്മുടെ തലയിൽ കയറും എന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്കത് വർക്കായിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കണമല്ലോ അമ്മ അങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്കങ്ങനെ വർക്കാവുന്നില്ല ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കത് വർക്കാവുന്നില്ല. എന്നാലും മാക്സിമം വർക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ വട്ടം വായിച്ച് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്, അങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചൊക്കെ എവിടെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതും മറന്നു പോവും. അങ്ങനെ നമ്മളെല്ലാ ടോപ്പിക്കും കവർ ചെയ്യണം. പക്ഷേ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ആണെങ്കിലും ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ള റൂമിൽ, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം നാട്ടിൽ പോയിക്കാണ് നമ്മുടെ വിഷുവിൻ്റെ ലീവിന്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഫുള്ള് അലമ്പാണ് പിള്ളേരെല്ലാം. ആരും ഇല്ലാത്തപ്പോൾ പഠിക്കാൻ നല്ല സുഖമല്ലേ ഗൈസ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് എടുത്ത് വായിച്ചിട്ടുണ്ട്. അടുത്ത ഒരു ടോപ്പിക്ക് എടുത്ത് വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 10 നിർത്തിയാണ് കേട്ടോ എൻ്റെ രാത്രിയിലുള്ള പഠിത്തം, അതായത് 12 മണിക്ക് ശേഷമുള്ള പഠിത്തം. ആ സമയത്ത് ഞാൻ ഇരുന്ന് പഠിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു, മാളു രാത്രിയിൽ ഒരുപാടിരുന്ന് പഠിക്കരുത്. ഞാൻ ആ സമയത്ത് 12 മണിക്ക് അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ഇരുന്നിട്ട് വെളുപ്പിനെ 5 മണിക്കായിരുന്നു ഉറങ്ങുന്നത്. എന്നിട്ട് പകലൊന്നും പഠിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച് തലവേദനയായി. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരുമെന്ന്. അങ്ങനെ നിർത്തിയതാണ് ആ പഠിത്തം. പിന്നെ ഇതുവരെ എനിക്ക് രാത്രി പഠിക്കാൻ പറ്റിയിട്ടില്ല. പഠിക്കുമ്പോഴത്തേക്ക് ഉറക്കം വരും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലപോലെ വിശന്നു. ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ രാത്രിയിൽ നന്നായിട്ട് വിശക്കാൻ തുടങ്ങും. അങ്ങനെ ഞാനിവിടെ ഉള്ളൊരു ലേസ് എടുത്ത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് റിലാക്സ് ചെയ്തു. എപ്പോഴും പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ഒരു 10-15 മിനിറ്റൊക്കെ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. നല്ല പോലെ ഉറക്കം വരുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ഒരു സമയം
ഒരു സമയം കഴിഞ്ഞ് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പകലേ ഉറക്കം വരിക. അപ്പോൾ പിന്നെ രാത്രിയിലത്തെ കാര്യം പറയേ വേണ്ടല്ലോ. എങ്കിലും കുറച്ച് നേരം കഷ്ടപ്പെട്ടിരുന്ന് വായിച്ചു. എങ്ങനെയും എനിക്ക് ഉറങ്ങാൻ പറ്റിയ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങളെ എത്രമാത്രം ബോറടിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഞാൻ ഇങ്ങനത്തെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ചലഞ്ചുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ ചെയ്യാം. നെയിം മീറ്റിംഗ് ചലഞ്ച് അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടല്ലോ, ഓരോ ചലഞ്ചൊക്കെ. അതിനെന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അടുത്ത് ഞാൻ അനാട്ടമിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അനാട്ടമി പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പഠിച്ചു പോവാം. അതും ഞാൻ ഇതുപോലെ തന്നെ ഒരു ടോപ്പിക് എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ ഷോർട്ട് ആൻസേഴ്സും ഒക്കെ വെച്ചിട്ട് മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങനെ മൊത്തത്തിൽ പഠിക്കുന്നൊന്നുമില്ല. പറഞ്ഞല്ലോ, മൊത്തത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും തലയിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടൊരു പോർഷൻ എടുത്തിട്ട് അങ്ങനെയാണ് പഠിച്ചു പോവാറ്. എന്തായാലും അത്യാവശ്യം കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഒരുപാട് സമയം ഇരുന്ന് അങ്ങനെ പഠിക്കുന്ന എനിക്കൊട്ടും വർക്കായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, പിന്നെയും പഠിക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇങ്ങോട്ട്. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബുക്കിനകത്ത് നോക്കി തന്നെ ഇരുന്ന് പഠിക്കാറില്ല. ഇടയ്ക്ക് ഫോണിൽ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട്, അങ്ങനെ കുറച്ചൊക്കെ. എന്താണേലും ഇപ്പോൾ ഒരു സമയം വന്നിട്ട് ഒരു 1-1:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കിടന്നാലോ എന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ എന്താണേലും രാവിലെ ഇരുന്ന് പഠിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ രാവിലെ ഇരുന്ന് പഠിച്ചില്ല. അത് അങ്ങനെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.